ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു കരുതുന്നു. നമ്മുടെ ഈ വീഡിയോ ഊട്ടിയിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോയിൽ ഊട്ടിയിൽ കണ്ടിരിക്കേണ്ട 10 സ്ഥലങ്ങളെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്ത കൂട്ടുകാർക്കായിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന ഊട്ടിയിലേക്ക് പോകുന്നവർ തീർച്ചയായിട്ടും എടുത്തിരിക്കേണ്ട ഇ പാസ് എങ്ങനെ ഓൺലൈൻ വഴി എടുക്കാം എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഊട്ടിയിലേക്കും കൊടൈക്കനാലിലേക്കും പോകുന്ന കൂട്ടുകാര് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഇ പാസ് എങ്ങനെ എടുക്കാം. ഇ പാസ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ കർശനമാക്കിയിരിക്കുകയാണ്. തമിഴ്നാട് സർക്കാരാണ് ഈ ഒരു ഇ പാസ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഓൺലൈൻ വഴി നമുക്ക് എടുക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ ഊട്ടിക്ക് പോകുന്നവരൊക്കെ മസ്റ്റായിട്ടും ഈ വീഡിയോ ഫുൾ കാണുക. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെ എടുക്കണേന്നാ. അപ്പോൾ ഫ്രണ്ട്സ്, വെൽക്കം ടു ഊട്ടി. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇ പാസ് എടുക്കാനായിട്ട് ആദ്യം ഗൂഗിളിൽ ചെല്ലുക. ഗൂഗിൾ എടുത്തതിന് ശേഷം TN ഇ പാസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, TN ഇ പാസ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ശേഷം നമ്മൾ ഇങ്ങനത്തെ ഒരു വിൻഡോയിലേക്കായിരിക്കും ചെല്ലുക. അതിനകത്ത് 2 ഓപ്ഷൻ കാണാം, ഔട്ട്സൈഡ് ഇന്ത്യ, വിത്തിൻ ഇന്ത്യ. അതിൽ വിത്തിൻ ഇന്ത്യ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ ലോഗിൻ ചെയ്യണം. ആദ്യം നമ്മൾ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക. ഫോൺ നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം തൊട്ട് താഴെയായിട്ട് ക്യാപ്ച കാണാൻ പറ്റും, അത് തെറ്റാതെ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട്. OTP വന്നു. അപ്പോൾ ഈ ഒരു OTP കറക്റ്റ് ആയിട്ട് അടിച്ചു കൊടുത്തിട്ട് നമ്മൾ താഴെ കാണുന്ന ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൽ നീലഗിരി, കൊടൈക്കനാൽ അങ്ങനെ 2 ഓപ്ഷൻ കാണാം. ഊട്ടിക്ക് പോകുന്നത് നീലഗിരി, കൊടൈക്കനാൽ പോകാൻ താല്പര്യമുള്ളവർക്ക് കൊടൈക്കനാലുമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കൊടൈക്കനാൽ ഇ പാസ് വേണ്ടവർക്ക് കൊടൈക്കനാലും, നീലഗിരി ആണെങ്കിൽ ഊട്ടിക്ക് പോകാനും. ഏത് ഓപ്ഷൻ എടുത്താലും രണ്ടാമത്തെ ഈ ആപ്ലിക്കേഷൻ ഫോം സെയിം ആയിരിക്കും. അപ്പോൾ അവിടെ ഊട്ടിയാണോ കൊടൈക്കനാണോ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഫോമിൽ ആദ്യം നമ്മുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് പോകുന്നത്, നമ്മളവിടെ ടൂറിസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. ശേഷം നമ്മുടെ എത്ര പേര് പോകുന്നുണ്ട്, അതുപോലെ വണ്ടി നമ്പറൊക്കെയാണ് ചോദിക്കുന്നത്. വണ്ടി നമ്പർ കറക്റ്റ് ആയി അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ എത്ര പാസഞ്ചേഴ്സ് ട്രാവൽ ചെയ്യുന്നുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളവിടെ കറക്റ്റ് ആയിട്ട് നമ്മൾ എത്ര പേരാണ് പോകുന്നത് എന്നുള്ള ഡീറ്റെയിൽസും നമ്പർ കൊടുക്കുക. ശേഷം ഇയർ ഓഫ് മാനുഫാക്ചർ ആണ് ചോദിക്കുന്നത്. അതായത് നമ്മുടെ വണ്ടി ഏത് ഇയർ മാനുഫാക്ചറിങ് ആണെന്നാണ് ചോദിക്കുന്നത്, അതും കറക്റ്റായി കൊടുക്കുക. പിന്നെ വെഹിക്കിൾ ടൈപ്പ് ചോദിക്കുന്നുണ്ട്, ബസ്സാണോ, കാറാണോ, 2 വീലർ ആണോ, ഏതാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ കാറ് സെലക്ട് ചെയ്തു. ശേഷം ആ വണ്ടിയുടെ ഫ്യൂൽ ടൈപ്പ് ആണ് ചോദിക്കുന്നത്, പെട്രോൾ, ഡീസൽ, CNG ആണോ, ഇലക്ട്രിക് ആണോ, ഏതാണെന്നുള്ളത് നമ്മൾ പെട്രോൾ സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ഡേറ്റ് ഓഫ് എൻട്രി ചോദിക്കുന്നുണ്ട്. നമ്മൾ എന്നാണ് ഊട്ടിയിലേക്ക് അല്ലെങ്കിൽ കൊടൈക്കനാലിലേക്ക് എൻ്റർ ആവുന്ന ആ ഒരു ഡേറ്റും അതുപോലെ എക്സിറ്റ് ഡേറ്റും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു പോരുന്ന ഡേറ്റും എൻ്റർ ആവുന്ന ഡേറ്റും അവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുക. അപ്പോൾ അതിനുശേഷം കൺട്രി ഇന്ത്യ ഡിഫോൾട്ടായിട്ട് അവിടെ കാണിക്കും. സ്റ്റേറ്റ് കാണിക്കുന്നത് തമിഴ്നാടായിരിക്കും. നമ്മളത് കറക്റ്റ് ചെയ്ത് കേരള സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏതൊരു വ്യക്തിയുടെ പേരിലാണ് ഇ പാസ് എടുക്കുന്നത് ആ ഒരു വ്യക്തിയുടെ അഡ്രസ്സ് തന്നെ നമ്മൾ അവിടെ കൊടുക്കണം. അവിടെ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആരുടെ പേരിലാണ് ഈ ഇ പാസ് എടുക്കുന്നത് ആ ഒരു വ്യക്തിയുടെ അഡ്രസ്സ് തന്നെ കറക്റ്റായിട്ട് തെറ്റാതെ അവിടെ അടിച്ചു കൊടുക്കുക. നമുക്ക് കൂടുതലും നമ്മുടെ ലൈസൻസിലൊക്കെ ഏത് അഡ്രസ്സാണോ കൊടുത്തിരിക്കുന്നത് ആ ഒരു അഡ്രസ്സ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ചെക്ക് ചെയ്യുന്ന പോലീസ് ഓഫീസേഴ്സിന് അത് ഭയങ്കര ഉപകാരമായിരിക്കും. അപ്പോൾ ആ ഒരു അഡ്രസ്സ് നമ്മൾ കറക്റ്റായിട്ട് തെറ്റാണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ അഡ്രസ്സിനോടൊപ്പം തന്നെ പിൻകോഡും അവർ ആവശ്യപ്പെടുന്നുണ്ട്. പിൻകോഡും കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ അവർ ചോദിക്കുന്ന അടുത്ത ചോദ്യം പ്ലേസ് ഓഫ് സ്റ്റേ ആണ്. നമ്മൾ എവിടെയാണ് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ 2 ഓപ്ഷൻ നമുക്ക് അവിടെ കാണാം. ആദ്യത്തെ ഹോട്ടൽ, സർവീസ് അപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ റെന്റൽ റൂംസ് ആണോ, റെന്റഡ് ഹോട്ടൽസ് ആണോ ഏതാന്നുള്ളത്. രണ്ടാമത്തത് ഓൺ ഹൗസ് ആണോ അല്ലെങ്കിൽ റിലേറ്റീവ്സ്, ഫ്രണ്ട് ഹൗസ്, അങ്ങനെ ആരെങ്കിലും
നമ്മുടെ ആൾക്കാരുടെ വീട് അവിടെ ഉണ്ടെങ്കിൽ അതും കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓൺ ഹൗസോ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ വീട്ടിലേക്കാണ് താമസിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഒരു അഡ്രസ്സ് താഴെ കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ഹോട്ടൽസ് സർവീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിനുശേഷം നമ്മൾ എവിടെയാണോ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിന്റെ പേര് നമ്മൾ തൊട്ട് താഴെ അടിച്ചു കൊടുക്കുക. ഞാനിവിടെ സ്റ്റേ ഇൻ ഹോം സ്റ്റേ എന്ന് പറഞ്ഞൊരു ഹോം സ്റ്റേയിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുമ്പോൾ തൊട്ട് താഴെ അവരുടെ അഡ്രസ്സ് കറക്റ്റായിട്ട് അവിടെ കാണിക്കുന്നതായിരിക്കും. അതിനുശേഷം ബുക്കിംഗ് റെസിപ്റ്റ് അപ്ലോഡ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ ഈ അപ്പാർട്ട്മെന്റ്സ് എടുത്തിരിക്കുന്നതിന്റെ ബുക്കിംഗ് അഡ്വാൻസ് കൊടുത്ത റെസിപ്റ്റോ അല്ലെങ്കിൽ ബുക്കിംഗ് റെസിപ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ PNG ഫയലോ അല്ലെങ്കിൽ JPG ഫയലാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റുക. 1 MB താഴെ ആയിരിക്കണം, അത് ശ്രദ്ധിക്കുക. നമ്മളതിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തതിന് ശേഷം ഒരു കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതെന്താണ് നമുക്ക് പിന്നീട് നോക്കാം. ഈ കാര്യങ്ങൾ തന്നെ നമ്മുടെ പാസിൽ അവർ പറയുന്നുണ്ട്, നമുക്ക് വിശദമായിട്ട് പിന്നീട് നോക്കാം. ശേഷം നമ്മൾ കൺഫേം ക്ലിക്ക് ചെയ്യുക. കൺഫേം ക്ലിക്ക് ചെയ്തതോടുകൂടി നമുക്ക് നമ്മുടെ പാസ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാസ്. അപ്പോൾ ഇങ്ങനെയാണ് സിമ്പിളായിട്ട് പാസ് എടുക്കുന്നത്. നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ കൺഫേം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തമിഴ്നാട് നിന്നും ഒരു കൺഫർമേഷൻ മെസ്സേജും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പാസ് നമ്മുടെ ഫോണിലേക്ക് ഇതേപോലെ സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, ഇങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് പാസ് എടുക്കുന്നത്. ഇപ്പോൾ ഊട്ടിക്ക് പോകാനുള്ള ഒരു പാസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് തമിഴ്നാടിന്റെ സൈറ്റിൽ കയറി നമുക്ക് പാസ് എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഈ ഒരു പാസിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അടുത്തതായിട്ട് നോക്കാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾക്ക് തമിഴ്നാടിന്റെ സൈറ്റിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പാസ്. തുടക്കം തന്നെ തമിഴ്നാടിന്റെ ഒരു എംബ്ലമൊക്കെ കാണാം. തമിഴ്നാട് പാസ് എഴുതിയിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ ഒരു ബാർകോഡും അതേപോലെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ പോകുന്ന വണ്ടിയുടെ വെഹിക്കിൾ നമ്പറൊക്കെ കാണാം. ഇതൊരു വാലിഡിറ്റി അവിടെ കാണിക്കുന്നുണ്ട്. എന്ന് മുതൽ എന്ന് വരെയാണ് നമുക്ക് ഈ ഒരു പാസിന്റെ വാലിഡിറ്റി എന്നുള്ളത്. അതുപോലെ പാസ് നമ്പർ അവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ ആരുടെ പേരിലാണ് ഈ ഒരു പാസ് എടുത്തിരിക്കുന്നതും അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പറുമാണ് അടുത്തതായിട്ട് കാണിക്കുന്നത്. നമ്മൾ പോകുന്ന വാഹനം ഏതാണെന്നും അതുപോലെ ആ വാഹനത്തിന്റെ ഫ്യൂൽ ടൈപ്പും മാനുഫാക്ചറിങ് ഇയറും ഒക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. നമ്മൾ എത്ര പേര് ട്രാവൽ ചെയ്യുന്നുണ്ടോ അതിന്റെ ടോട്ടൽ ട്രാവലിംഗിന്റെ നമ്പറും അവിടെ കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ പർപ്പസ് ഓഫ് വിസിറ്റ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഊട്ടി അല്ലെങ്കിൽ കൊടൈക്കനാലിലേക്ക് വിസിറ്റ് ചെയ്യുന്ന പർപ്പസ് എന്താണെന്നുള്ളതും അവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെ എൻ്റർ ചെയ്ത് കൊടുത്ത കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ഫ്രം എന്ന് കൊടുത്തിരിക്കുന്നത് നമ്മുടെ അഡ്രസ്സാണ്, നമ്മുടെ അഡ്രസ്സാണ്, ഫ്രം അഡ്രസ്സാണ് കാണിക്കുന്നത്. പിന്നെ ഈ ഒരു ഇഷ്യൂഡ് ബൈ ഡിസ്ട്രിക്ട് കളക്ടർ ആണ് നമുക്കിത് ഇഷ്യൂ ചെയ്യുന്നത്. അതുപോലെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ്, നമ്മൾ എവിടെയാണ് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു അഡ്രസ്സും കാണാം. അടുത്തായിട്ട് പാസിൽ പറയുന്നത് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് തന്നെയാണ് കൺഫർമേഷന്റെ സമയത്ത് അവർ നമ്മൾ ആദ്യം പറഞ്ഞതും. ഒരു 6 കണ്ടീഷൻസ് നമ്മളോട് പറയുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തത് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം വളരെയധികം കുറയ്ക്കുക എന്നല്ല, ബാൻ ചെയ്യുക എന്ന് തന്നെയാണ് പറയുന്നത്. പ്ലാസ്റ്റിക്കിന്റെ കവർ ബാഗ്സ്, പ്ലാസ്റ്റിക് കപ്സ്, അതുപോലെ വാട്ടർ ബോട്ടിൽ, സോഫ്റ്റ് ഡ്രിങ്കിന്റെ ബോട്ടിൽ, ഇതൊന്നും നമ്മൾ ക്യാരി ചെയ്യാൻ പാടില്ല. ഊട്ടി കൊടൈക്കനാൽ പോലുള്ളിടത്ത് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ നമ്മൾ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫൈൻ ഈടാക്കാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം പറയുന്നത് പൊതുസ്ഥലത്ത് ചപ്പുചവറുകൾ വലിച്ചെറിയാൻ പാടില്ല. മൂന്നാമത് പറയുന്നത് റോഡിന്റെ പരിസരത്ത് റോഡ് സൈഡിലൊന്നും കുക്ക് ചെയ്യാനൊന്നും പാടില്ല. നാലാമത് അമിത വേഗതയിൽ വണ്ടി ഓടിക്കാനും പാടില്ല. അഞ്ചാമത് പറയുന്നത് ചെക്ക് പോസ്റ്റുകളിലും അതുപോലെ പ്ലാസ്റ്റിക് ചെക്കിങ്ങിലും അതുപോലെ ടാക്സ് ടോളുകളിലൊക്കെ ആയിട്ട് നമുക്ക് ആവശ്യാനുസരണം വണ്ടി നിർത്തി കൊടുക്കണം. ആറാമതായിട്ട് പറയുന്നത് വന്യജീവികളെ തീറ്റ കൊടുക്കാനോ ഫുഡ് കൊടുക്കാനൊന്നും പാടില്ല. അങ്ങനത്തെ ഒരു 6 കണ്ടീഷൻസും അവർ പാസിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് പാസിനെ പറ്റി പറയാനുള്ളത്. ഊട്ടിയിലേക്കും കൊടൈക്കനാലിലേക്ക് ട്രിപ്പ് പ്ലാൻ പോകുന്നവരൊക്കെ തീർച്ചയായും പാസ് എടുത്തതിന് ശേഷം പോവുക. ഒരു കാരണവശാലും ഇത് എടുക്കാതെ പോകരുത്. സിമ്പിളായിട്ട് നമുക്ക് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കയ്യിൽ കരുതേണ്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. യാത്രകൾ അവസാനിക്കുന്നില്ല. ബൈ.